അടുത്തിടെ കർണാടകയിൽ പോയപ്പോഴാണ് ബിന്ദു എന്ന പേര് അവിടെ പലയിടങ്ങളിലായിട്ട് കേട്ടത്. കർണാടകയിൽ ബിന്ദുവിന് ഒരുപാട് ആരാധകർ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ബിന്ദുവിനെ തേടി ഞാനും പല കടകളിൽ പോയി. ഒടുവിൽ ഒരു കടയിൽ നിന്നും ഞാനും ബിന്ദുവിനെ ഒപ്പിച്ചു. ബിന്ദു ആരാണെന്നല്ലേ? അങ്ങനെ നമ്മൾ കർണാടകത്തിലെ മൈസൂർ വന്ന് ബിന്ദു വെറുമൊരു ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നും 800 കോടിയിലേറെ ആസ്തിയിലേക്ക് ഉയരാൻ സത്യശങ്കറിനെ സഹായിച്ചത് ബിന്ദു എന്ന ജീരക സോഡയായിരുന്നു. ഈ ഒരു ജീരക സോഡ സത്യശങ്കർ ആദ്യം തയ്യാറാക്കി കർണാടകയിലെ പല കടകളിൽ വിൽക്കാൻ വെച്ചിരുന്നെങ്കിലും ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ വിഷമത്തിലായ സത്യശങ്കർ അത്രയും പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചതായി അത് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി ആദ്യകാലങ്ങളിൽ അത് സൗജന്യമായിട്ട് ആളുകൾക്ക് നൽകാൻ അറിയിച്ചു. അങ്ങനെയാണ് സത്യത്തിൽ കർണാടകക്കാർക്കിടയിൽ ബിന്ദു എന്ന ജീരക സോഡയുടെ രുചി അറിയാൻ സാധിച്ചത്. പിന്നീട് ബിന്ദു എന്ന ഈ ഒരു ജീരക സോഡയ്ക്ക് ആവശ്യക്കാർ ഏറെയായി. ഇന്ന് 800 കോടിയിലേറെ ആസ്തിയുള്ള ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ബിന്ദു ജീരക സോഡ. ലോകോത്തരങ്ങളായിട്ടുള്ള പല ബ്രാൻഡുകളും ബിന്ദു ജീരക സോഡയ്ക്ക് വില പറഞ്ഞു കോടികൾ നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും സത്യശങ്കർ അവരുടെ മുന്നിലൊന്നും ബിന്ദുവിനെ വിൽക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് ഇത്തരത്തിൽ കോടികൾ വിലമതിക്കുന്ന ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ബിന്ദു എന്ന ഈ ഒരു ജീരക സോഡ. കർണാടകത്തിലെ ഒട്ടുമിക്ക എല്ലാ കടകളിലും ബിന്ദു ജീരക സോഡ ഇപ്പോൾ ഒരു വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് പോലും ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ വെറും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നും 800 കോടിയിലേറെ ആസ്തിയിലേക്ക് വളർന്ന സത്യശങ്കറിന്റെ കഥ എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒന്നാണ്.